ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപാട് വിഷമമുള്ള ഒരു കാര്യമാണ് ചേച്ചി പറയുന്നത്. നമ്മളെല്ലാവരും രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ ജാതിഭേദമന്യേ എല്ലാ ആൾക്കാരും ഇപ്പോഴും ക്യൂ അവിടെ നിന്നിട്ടില്ല. എന്നിട്ടും അവരുടെ ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം കറക്റ്റ് സമയത്തിന് അവർ പറയുന്ന സമയത്തിന് തന്നെ ഈ ജഡം എടുക്കും. നമ്മുടെ കൂട്ടൊന്നുമല്ല. നമ്മുടേതാണെങ്കിൽ എത്ര 2 ദിവസമോ 3 ദിവസമോ എങ്ങനെയാണെങ്കിലും നമ്മൾ വെക്കും. പക്ഷേ മുസ്ലിങ്ങളിൽ അവർ അധിക നേരം മരിക്കുന്നവരെ ഇട്ടേക്കത്തില്ല. അതുകൊണ്ട് 10:30 തന്നെ നമ്മൾ ഇന്നലെ ആക്സിഡൻറ്റിൽ ലോറി വന്ന് മേളിൽ വീണ് ആക്സിഡൻ്റായ 4 കുഞ്ഞുങ്ങളുടെ ശവശരീരം കബറടക്കമൊക്കെ കണ്ടിട്ടാണ് ചേച്ചി വന്നിപ്പോൾ വീഡിയോ ഇടുന്നത്. രാവിലെ തൊട്ടേ മഴ ആയതുകൊണ്ട് ചേച്ചിക്ക് വീഡിയോ ഇടാനൊക്കെ കഴിഞ്ഞില്ല. അതുമല്ല, കബറടക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് താമസിച്ചത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കേ, കരിമ്പനയ്ക്കൽ തുപ്പനാട് കരിമ്പനയ്ക്കൽ കരിമ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഈ 4 പേരല്ല 5 പേര്. അതിൽ 3 പേര് ഒരേ ഡിവിഷനിലാണ്. 8ാം ക്ലാസ് ഡി ഡിവിഷനിലും അതിൽ ഒരാൾ ഈ ഡിവിഷനിലുമാണ്. പക്ഷേ എങ്കിലും പോകുന്നതും വരുന്നത് ഇവർ കുട്ടിക്കാലം തൊട്ടേ ഇവർ ഒന്നിച്ചായിരുന്നു നടക്കുന്നത്. ഇവർ 7 പേര് ഒരു ഗ്രൂപ്പായിരുന്നു. അത് 2 പേര് മിഠായിക്ക് എന്തോ വഴക്കിട്ട് അവർ പിരിഞ്ഞുപോയി. ബാക്കി 5 പേര് എപ്പോഴും എവിടെ പോയാലും തൊട്ട് ഒന്നിച്ച് പഠിക്കുകയും അവർ ഒന്നിച്ചാണ് നടക്കുന്നതും എടുക്കുന്നതും എല്ലാം. അങ്ങനെ ഇന്നലെ ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞ് 5 പേരും കൂടെ റോഡിൻ്റെ അരികിലൂടെയാണ് അവർ നടന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. അരികിലൂടെ വരുമ്പം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ മരണവും എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അതുകൊണ്ട് ആ വിധിയെ തടുക്കാൻ ആർക്കും പറ്റത്തില്ല. അത് ഏത് രൂപേണ ആണെങ്കിലും ആ വിധി വന്ന് നമ്മളെ കൊണ്ടുപോകും. അജിനെ എന്ന് പറഞ്ഞ കുട്ടിക്ക് സമയമായില്ല, അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. 5 പേര്, അതായത് ഒരു ലോറി വന്ന് വേറെ ലോറിയുടെ മേളിലോട്ട് ചരിഞ്ഞ് വീണ് ആ സിമെൻറ്റ് ലോറി വന്ന് ഈ കുഞ്ഞുങ്ങൾ 5 പേര് നടന്നു പോകുന്നിടത്തോട്ട് വന്ന് വീഴുമായിരുന്നു. അതിൽ തെറിച്ച് ഒരു കുട്ടി കുഴിയിൽ വീണതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു. അതിന് ആയുസ്സുണ്ട്. അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളും ഒന്ന് ഓർത്ത് നോക്കെ, റിത, ആയിഷ, ഇൻഫാൻ. ആ കുട്ടികൾ 4 പേരും മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ നമ്മളെപ്പോലെ നമ്മുടെ ഹിന്ദുസിൻ്റെയൊക്കെ കൂട്ടൊന്നും അവർ അലമുറയിട്ട് കരയത്തില്ല. അവർ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. എങ്കിൽ പോലും അവർക്ക് ആ കണ്ണുനീര് അടച്ചു വെക്കാൻ പറ്റാതെ കുറച്ച് പേരെങ്കിലും ആ കരയെന്ന് ഞാൻ കണ്ടു. അതുപോലെ തന്നെയാണ് കബറടക്കത്തിന് കൊണ്ടുപോയ മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുപോകത്തില്ല. ആണുങ്ങൾ മാത്രമാണ് കൊണ്ടുപോയി കബറടക്കം ചെയ്യുന്നത്. അങ്ങനെ ആ തൊട്ടടുത്ത് തന്നെ കരിമ്പനം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം, തുപ്പനാട് കരിമ്പനയ്ക്കൽ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്താണ് ജുമാ മസ്ജിദ് പള്ളി. കരിമ്പനത്തെ തന്നെ തുപ്പനാട് ജുമാ മസ്ജിദ് പള്ളിയിൽ കബറടക്കം എല്ലാം കഴിഞ്ഞു. അതും 4 പേരെയും 4 കുഴിയാണെങ്കിലും ഒരു മേൽക്കൂര. ഞാനതെല്ലാം കണ്ടിട്ടേ ഞാൻ അവിടുന്ന് എണീറ്റതേ ഇല്ല. ആ 4 കുഞ്ഞുങ്ങളും ഒരേപോലെ വളർന്ന് ഒരുപോലെ കൂട്ടുകാരായി ഒരുപോലെ എല്ലായിടത്തും ഒന്നിച്ചു പോയി. ഒരു മിഠായി എടുത്താലും 4 അവർ അത്രയും പേരായിട്ട് വീതിച്ച് തിന്നു. അവർ മരിച്ചപ്പോഴും ഒരേ കബറടക്കത്തിൽ ഒരേ ഇതായിട്ട് അവരെ അടക്കുകയും ചെയ്തു. 4 ഇതാണെങ്കിലും മേൽക്കൂര ഒന്ന് തന്നെ. ആ കുഞ്ഞുങ്ങളുടെ വീട്ടുകാർക്ക്, രക്ഷകർത്താക്കൾക്ക് അതിനെ ആ ദുഃഖത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളുടെ സ്മരണയിൽ നമുക്കും പങ്കുചേരാം. നാളെ നമ്മുടെ ആയുസ് എങ്ങനെ പോകണം നമുക്കറിയത്തില്ല. എന്നാൽ ഇതൊരു വല്ലാത്തൊരു ഇന്നാളാണ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചത്. അത് അപകടത്തിൽപ്പെട്ട് ഇന്ന് ഇന്നലെ മറിഞ്ഞ് ആക്സിഡൻ്റ് ആയിടത്ത് ഇന്ന് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നു. ആ കരിമ്പനത്ത് അവിടെ. പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. റോഡ് ശരിയാകാൻ പണം കൊടുത്തു കഴിഞ്ഞാൽ പകുതി മുക്കാലും ആ ശരിയാക്കുന്ന കോൺട്രാക്ടറിൻ്റെ കീശയിൽ പോകും. പിന്നെ എങ്ങനെയെങ്കിലും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് റോഡ് മിനുസാക്കിയിടും. അത് പിന്നെ ഇതുപോലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദേഹത്തൂടെ വണ്ടികൾ വന്ന് കയറാനും ആരും ചോദിക്കാനുമില്ല.
ആരാണെന്ന് ചോദിച്ചാൽ പറയും ഞങ്ങളല്ല, അത് ഇന്ന വകുപ്പാണ്. ഇപ്പം എല്ലാം ഗൂഗിൾ മാപ്പ് വഴി ആയതുകൊണ്ട് റോഡിൻ്റെ മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ആളുകൾ ചെന്ന് നിന്നാണ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെ ഡിസൈൻ റോഡിലൊക്കെയാണ് നമ്മുടെ ഡിസൈൻ ഉണ്ടാക്കേണ്ടത്. ഇപ്പം എത്ര കുഞ്ഞുങ്ങളാണ് എത്രയോ പേര് 10-35 പേരാണ് അവിടെ ആക്സിഡൻറ്റിൽ പോയത്. അവരെയൊക്കെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ആ വീട്ടുകാരൊക്കെ ഇല്ലാണ്ടായി. ഇനിയെങ്കിലും എന്നല്ല, ഇന്നലെ പറഞ്ഞ ഉടനെ ഇന്ന് വീണ്ടും ആയി. ഞാൻ പറയുന്ന അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ചെയ്താൽ റോഡങ്ങ് കുത്തിപ്പൊളിക്കണം. അപ്പോൾ പിന്നെ ശരിയാക്കുമല്ലേ, അല്ലാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാവത്തില്ല. ഈ റോഡ് എന്തിനായാലും, നമ്മൾ വീട് വെക്കാൻ കൊടുത്താലും നമ്മൾ റോഡ് ശരിയാക്കാൻ കൊടുത്താലും എന്തിനു കൊടുത്താലും പകുതി പൈസ ഒരു 50 ലക്ഷം രൂപ ചിലവാകുകയാണെങ്കിൽ അതിനകത്ത് 25 ലക്ഷം ചിലവ്, 25 ലക്ഷം രൂപ അവിടെയുള്ള മന്ത്രി അല്ലെങ്കിൽ MLA അവരുടെ കീശയിലും കോൺട്രാക്ടറുടെ കീശയിലും പോകും. 5 ചാക്ക് സിമെൻറ്റ് ഇടുന്നിടത്ത് 2 ചാക്ക് ഇടും. വീടിനായാലും ബന്ധത്തിന് അതല്ലേ പാലവും വീടും എല്ലാം കെട്ടി 1 വർഷം കഴിയുന്നതിന് ഉദ്ഘാടനം ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ പൊട്ടി വീഴുന്നത്. കാണുമ്പോൾ നല്ല പാലം, പക്ഷെ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ ഒരേപോലെ ചേർത്തെങ്കിലല്ല അതിന് ബലം കിട്ടത്തുള്ളൂ. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പാലത്തിനും റോഡിനും വീടുകൾക്കും ഒന്നും ഒരു കുഴപ്പമില്ലല്ലേ. അന്ന് അവർ നല്ലതായിട്ട് കെട്ടി. അന്ന് കെട്ടിയ അമ്പലങ്ങളൊക്കെ എപ്പോഴും എന്തോ ഒരു ഉറപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന ആപത്തുകളെ ഓരോ വീട്ടിലൊക്കെ ഉള്ള അവർ കഷ്ടപ്പെട്ട് എന്തെല്ലാം സ്വപ്നങ്ങളായിട്ട് ഇപ്പോഴവരങ്ങോട്ട് സ്വപ്നം കണ്ട് ജീവിക്കാൻ തുടങ്ങി. അവരുടെ പ്രായം 13-14 വയസ്സുള്ള 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നം എല്ലാം പൊലിഞ്ഞ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഈ സ്ഥലം വിട്ടിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഇതിനൊക്കെ ആരാണ് മറുപടി പറയാൻ പറ്റുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാൽ അത്ര തന്നെ. ഏത് പാർട്ടി വന്നാലും ഇത് തന്നെ, ഏത് ഉദ്യോഗസ്ഥർ വന്നാലും ഇത് തന്നെ. അവരവരുടെ കീശകൾക്ക് അവർ നോക്കും. വിഷമം കൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത്. കാരണം നമുക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരല്ലേ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും. അപ്പോൾ ചേച്ചി പോയിട്ട് വരാം. ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ അമർത്തിയാൽ ചേച്ചി ഇടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ വീഡിയോ ഞാൻ പറയാമെന്നുള്ള ചാനൽ കാണണം. പുതിയ ചാനലാണ്. അതിന് മുമ്പുള്ളത് അജിതിൻ്റെ ചാനലാണ്. അതേ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ചേച്ചിയുടെ ആ ചാനലൊന്നും മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല. അതാവാതെ തന്നെയാണ് ചേച്ചി ഇത് തുടങ്ങിയത്. കാരണം ഇത് ന്യൂസ് ഇടാൻ വേണ്ടിയിട്ട് ചേച്ചി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഈ ന്യൂസും ഈ പൊളിറ്റിക്സിനോടൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഒരു പാർട്ടിയിലും പിടിച്ച് ഞാൻ പറയത്തില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ അങ്ങ് പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്തേരെ. പോയിട്ട് വരാം. ഇന്ന് കാർത്തിക ദീപമായിട്ട് മഴയാണ്.